ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്നിപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ ഏറ്റവും പുതിയ 2026 സ്കോഡ കോഡിയാക്കാണ്. എന്നാൽ ഈ വാഹനത്തിൻ്റെ ഫുള്ള് വിശേഷവും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് പുതിയതായിട്ട് വന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ അഡാസ് നമുക്ക് വന്നിരിക്കുകയാണ്. ഈ ഒരു സ്ഥലത്ത് വെച്ച് തന്നെയാണ് നമ്മൾ ഇതിൻ്റെ തൊട്ട് പുറയിലത്തെ 2025 വേരിയൻറ്റ് ചെയ്തിരിക്കുന്നത്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു നവംബറിലെങ്ങാണ്ടായിരുന്നു 2025 നമ്മളത് ചെയ്തിരുന്നത്. ഈ സെയിം സ്ഥലത്ത് വെച്ചാണ് ചെയ്തിരിക്കുന്നത്. ഏതായാലും ഈ ഒരു വാഹനത്തിൻ്റെ കംപ്ലീറ്റ് വിശേഷങ്ങൾ നമുക്കൊന്ന് പെട്ടെന്ന് ഓടിച്ച് പറഞ്ഞു പോകാം. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MJ Tech Explorer. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏതായാലും ഡിസൈൻ വൈസിൽ ഒരു രീതിക്കുള്ള വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള പോലെ തന്നെ ഈ കണക്റ്റഡ് DRLs, അതായത് ഓരോ ഗ്രില്ലിൻ്റെ പോർഷനകത്തുകൂടെ ഈ പോകുന്ന ഈ DRLs കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ സ്കോഡയുടെ തന്നെ സിഗ്നേച്ചർ ലോഗോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 360 ഡിഗ്രി ക്യാമറ കാണാൻ സാധിക്കും. ഇനി സൈഡിലോട്ട് വരുന്ന സമയത്ത് LED DRLs അതിൻ്റെ ഒരു ചെറിയ പോർഷൻ താഴെയും കൂടെ വരുന്നുണ്ട്. മേളിൽ ലോ ബീം ഹെഡ്ലൈറ്റും താഴെ ഹൈ ബീമും വരുന്നുണ്ട്. ഇവിടെ മെട്രിക്സ് ലൈറ്റും കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ മെട്രിക്സ് ലൈറ്റിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ രാത്രിയൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് കോർണറിങ് പോർഷൻസിലൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അതായത് നല്ല വിസിബിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഇൻഡിക്കേറ്ററും അതിൻ്റെ ആ ഒരു ഡിസൈൻ എലമെൻറ്റ് കാണാൻ നല്ല ഭംഗി നമുക്ക് ഇവിടെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. സ്കോഡ ക്രിസ്റ്റൽ ലൈറ്റിംഗ് എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഫോഗ് ലാമ്പ് മിസ്സിംഗ് എന്ന് പറയാനില്ല, പക്ഷേ അത്യാവശ്യം നല്ല വിസിബിലിറ്റി തന്നെ കിട്ടുന്നതാണ്. താഴെ നമുക്കൊരു എയർ കർട്ടൻ കാണാൻ സാധിക്കും. താഴെ കൂടെ എയർ ഫ്ലോ വന്ന് നമുക്കിവിടെ ഒരു എയർ റെസിസ്റ്റൻസിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പോർഷൻ കൊടുത്തിരിക്കുന്നത്. താഴെ ഒരു ചെറിയ സ്കിഡ് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു എയർ ഡാം കാണാൻ സാധിക്കും. അതുപോലെ തന്നെ 1 2 3 4 5 6 ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് കിട്ടുന്നുണ്ട്. ഒരു റഡാർ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അഡാസ് ഉടനെ തന്നെ ഇത് കൊണ്ടുവരും എന്നുള്ളത്. കാരണം ഈ റഡാറിൻ്റെയൊക്കെ പോർഷനും മേളിലെ ക്യാമറയുടെ പോർഷൻസും നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അവരെന്തുകൊണ്ട് ഇത്രയും ലേറ്റ് ആക്കിയെന്ന് അറിയില്ല. പക്ഷേ ഏതായാലും ഇപ്പം അഡാസും നമുക്കിവിടെ കിട്ടിയിരിക്കുകയാണ്. പക്ഷേ നോർമൽ അഡാസിൻ്റെ വർക്കിംഗ് പോലെ എനിക്ക് അത്രയും ഫീൽ ചെയ്തില്ല. എന്നാലും ഒരു ഓക്കെ എന്ന് തന്നെ പറയാൻ സാധിക്കും. 3 വേരിയൻസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് ഏറ്റവും ബേസ് വേരിയൻ്റ് എന്ന് പറയാൻ പറ്റുന്ന ലോഞ്ച് വേരിയൻ്റ് ആണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. 5 സീറ്ററാണ് വരുന്നത്. അതിനുശേഷം സ്പോട്ട് ലൈൻ വരുന്നുണ്ട്. അതിലെല്ലാം കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന പോലെ തന്നെ വരുന്നുണ്ട്. 2 3 കാര്യങ്ങൾ ഒഴിച്ച് മാത്രം നമുക്ക് സ്പോട്ട് ലൈനിൽ കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് ഓഫ് ദ ലൈൻ നമ്മുടെ LNK വേരിയൻറ്റ്, ഇപ്പം നമ്മുടെ കൂട്ടത്തിലുള്ള LNK വേരിയൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ നമുക്ക് സീറ്റ് വെൻറ്റിലേഷൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സ്പോട്ട് ലൈനിൽ നമുക്കത് മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രൈസ് ഡിഫറൻസും അത്യാവശ്യം നല്ല റേഞ്ചിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇനി നമുക്ക് സൈഡിലത്തെ പോർഷനിലോട്ടൊന്ന് കാണാം. സൈഡിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്ന ഈ ഒരു ടയറാണ്. ഈ ഒരു അലോയ് വീൽ ഡിസൈൻ ഒരു ഓക്കെ ഫീൽ എന്നേ പറയാൻ പറ്റത്തുള്ളൂ. എയറോ വീൽസ് പോലെ തന്നെയാണ് ഈ ഒരു ഇൻസേർട്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു അലോയ് വീൽ നമുക്ക് എടുത്ത് പറയാൻ പറ്റാത്തൊരു ഫീലാണ് എനിക്കിവിടെ തോന്നുന്നത്. 235 55 6 18 ഇഞ്ചിൻ്റെ ടയേഴ്സാണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു പക്ക SUV തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ക്ലാഡിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നേരെ അത് ബാക്ക് വരെ പോകുന്നുണ്ട്. ഇവിടെ എല്ലാം ഡോറുകളിലും റിക്വസ്റ്റ് സ്വിച്ചുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ കാണാൻ സാധിക്കുന്നത് തന്നെയാണ്. കീ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഓട്ടോ ലോക്ക് ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ മിറേഴ്സ് നോക്കാനാണെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് കാണാം. ഫോൾഡബിൾ മിറേഴ്സാണ്. 360 ഡിഗ്രിയുടെ ക്യാമറ കാണാം. വളരെ ക്യൂട്ടായിട്ടുള്ള രീതിയിലാണ് അതിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ മിറേഴ്സ് നമുക്ക് ഹീറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഓപ്ഷനും കൂടെ ഉള്ളതാണ്. അതായത് പ്രത്യേകിച്ച് നമ്മൾ തണുപ്പൊക്കെ ഉള്ള സ്ഥലത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ നല്ല മഴയൊക്കെ പെയ്ത് മിസ്റ്റി ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഹീറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനും ഇവിടെ കിട്ടുന്നുണ്ട്. ബി പില്ലേഴ്സും നല്ല ഗ്ലോസി എലമെൻ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ക്ലോസ് ചെയ്തിരുന്ന സമയത്ത് ഇത്രയും പോർഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുന്ന ഒരു ഫീലാണ്. ഈ ഒരു ക്വാർട്ടർ ഗ്ലാസ്സിലും നമുക്ക് ഗ്ലാസ് എലമെൻറ്റ് ഫുള്ളായിട്ട്, അതായത് ഇതൊരു ഡോറിൻ്റെ പോർഷനാണെന്ന് അറിയത്തില്ല, ഇത്ര ഒരു ഗ്ലാസ് ഇൻ്റഗ്രേറ്റ് ചെയ്താണ് ഇങ്ങനെ പോരുന്നത്. ഈ ഒരു എലമെൻ്റ് ഒരു കുറച്ചൊരു ഓഡ് ഫീൽ തോന്നാനുള്ള ചാൻസസ് പലർക്കും ഉണ്ട്. എനിക്കും തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് കൂടെ ഇട്ടേക്കുക. അതുപോലെ തന്നെ ഫ്യൂവലിൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. E10 E5 E10 E20 വരെ ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നത് വളരെ വ്യക്തമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ബാക്കിലോട്ട് വരുമ്പോഴും ബ്രേക്ക് ഡിസ്ക് തന്നെയാണ് കിട്ടുന്നത്. ഫ്രണ്ട് ആൻഡ് ബാക്ക് ബ്രേക്ക് ഡിസ്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലോട്ട് പോരുന്ന സമയത്ത് ഇനി ഇവിടെ തൊട്ട് നമുക്ക് സെൻസേഴ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. റിയർ പാർക്കിംഗ് സെൻസേഴ്സ് 1 2 3 4 5 6 പാർക്കിംഗ് സെൻസേഴ്സ് നമുക്ക് ബാക്കിൽ കിട്ടുന്നുണ്ട്. നമുക്ക് ഈ ഒരു സൈഡിലെ ടെയിൽ ലാമ്പുകൾ കാണാൻ തന്നെ നല്ല രസമാണ്. മെട്രിക്സ് ടൈപ്പ് തന്നെയാണ് ഇൻഡിക്കേറ്റേഴ്സ് കിട്ടുന്നത്. എല്ലാം LED ലൈറ്റാണ്, ഇൻക്ലൂഡിങ് റിവേഴ്സ് ലൈറ്റ് നമുക്കിവിടെ LED ലൈറ്റിംഗ് ആണ് കിട്ടുന്നത്. തൊട്ട് താഴോട്ട് വരുന്ന സമയത്ത് 4x4 ബാഡ്ജിങ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ലൈറ്റിൽ വളരെ വ്യക്തമായിട്ട്
സ്കോഡ ക്രിസ്റ്റൽ ലൈറ്റിംഗ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നല്ല രസം, അതായത് ഭയങ്കര ഒരു ക്യൂട്ട് ലുക്കാണ് ഈ ഒരു ലൈറ്റിംഗ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. സ്കോഡ എന്നുള്ളൊരു വലിയ ബാഡ്ജിങ് കാണാം. കണക്റ്റഡ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഇത് കണക്റ്റഡ് അല്ല, ജസ്റ്റ് ഒരു ഡെമി പോർഷൻ മാത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഭാവിയിൽ ചിലപ്പോൾ ആവുമായിരിക്കും കേട്ടോ, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. കോഡിയാക്ക് എന്നുള്ളൊരു ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വൈപ്പർ ബ്ലേഡ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഫോഗേഴ്സ് കൊടുത്തിട്ടുണ്ട്. മേളിൽ ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഷാർക്ക് ഫിൻ ആൻറ്റിനയും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്യാം. വൺ പ്രസ്സിൽ തന്നെ ഇലക്ട്രിക്കലി ഓപ്പണിംഗ് ടെയിൽ ഗേറ്റ് ആണ് ഇവിടെ കിട്ടുന്നത്. കഴിഞ്ഞൊരു വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഓടിപ്പോകുന്നതിൻ്റെ കാര്യം. ഇപ്പം നമുക്കിവിടെ കിട്ടുന്ന ഒരു 7 സീറ്റർ വെഹിക്കിളാണ്. ഒരു പക്കാ 7 സീറ്റർ ആണോ എന്ന് വെച്ചാൽ ഓക്കെ, ബാക്കിലോട്ട് പിള്ളേർക്കായിരിക്കും ഇരിക്കാൻ സാധിക്കുന്ന, വലിയവർക്ക് ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ഇതിപ്പം നോർമലി ഇട്ടിരിക്കുന്ന ഈ ഒരു പൊസിഷനിൽ 281 ലിറ്ററാണ് നമുക്ക് സ്പേസ് കിട്ടുന്നത്. അതേ സ്ഥാനത്ത് നമുക്ക് ഈ ഒരു സീറ്റ് വേണമെങ്കിൽ ഫോൾഡ് ചെയ്യാം. ഇതൊന്ന് പൊക്കിയാൽ പിന്നെ ഇങ്ങനെ ഊരി മാറ്റി വയ്ക്കാം. ഈ സീറ്റും കൂടെ നമുക്ക് ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ 786 ലിറ്റർ ഇപ്പോൾ ഈ ബൂട്ട് സ്പേസ് കൂടിയിട്ടുണ്ട്. ഇനി ആ ഒരു സീറ്റും കൂടെ നമുക്ക് ഫോൾഡ് ചെയ്യാം. പക്ഷേ കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ അവിടം വരെ പോയിന് ഫോൾഡ് ചെയ്യണ്ടേ എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് തന്നെ നമുക്ക് ആ സീറ്റ് ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെ ഫോൾഡ് ചെയ്യാം. ഇനി കുറച്ചുകൂടെ ഒന്ന് ഫോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെല്ലണം. ഞാനിപ്പോൾ കാണിച്ചു തരാം. ഞാൻ അവിടെ പോയി ഇതുപോലെ നമുക്ക് ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. ഇതുപോലെ ഫുൾ ഫ്ലാറ്റ് ആക്കി വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ഈ സീറ്റ് എല്ലാം ഫ്ലാറ്റ് ആക്കി കഴിഞ്ഞാൽ 1970 ലിറ്റർ സ്പേസ് ആണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ കിട്ടുന്നത്. അങ്ങനെ ഞാൻ ഈ സീറ്റുകളെല്ലാം ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. ഇത്ര ഏരിയ നമുക്ക് കിട്ടി. ഇനി നമുക്ക് അടുത്ത് വരുന്ന കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഒന്ന് കാണിച്ചു തരാം. ഇത് നമുക്ക് സീറ്റ് വലിക്കാൻ വേണ്ടിയിട്ടും ഇവിടെ എന്തെങ്കിലും ഹുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഓപ്ഷൻസ്. ഇവിടെ 2 ഹുക്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു LED ലൈറ്റ് തന്നെ കിട്ടുന്നുണ്ട്, നല്ല കാര്യമാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു 12 വോൾട്ടിൻ്റെ പവർ ഔട്ട്പുട്ട് എടുക്കാൻ സാധിക്കും. ഇവിടെ ഒരു ഹുക്ക് കാണാം. ഇവിടെയും അതുപോലെ തന്നെ 2 ഹുക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഏരിയാസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ തൊട്ട് താഴെയായിട്ട് പാർസൽ ട്രേയും കാണാൻ സാധിക്കും. പാർസൽ ട്രേ നമുക്ക് ആവശ്യാനുസരണം എടുത്ത് ഫിറ്റ് ചെയ്യാൻ സാധിക്കുന്നത് ഇങ്ങനെ കൊണ്ട് വയ്ക്കാം. അപ്പോൾ പാർസൽ ട്രേ ഇതുപോലെ നമ്മൾ ഫിറ്റ് ചെയ്തിട്ട് നേരെ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞിട്ട് ഇതുപോലെ ലോക്കാക്കി വയ്ക്കാം. ഇതിന് അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ വെട്ടോ കാര്യങ്ങളൊന്നും ഇറങ്ങേണ്ടതുണ്ടെങ്കിലോ അല്ലെങ്കിൽ പുറത്തുനിന്ന് നോക്കുന്ന ആൾക്കാർക്ക് ഈ ബൂട്ടിൽ എന്താണ് ഇരിക്കുന്നതെന്ന് അറിയണ്ട എന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ പാർസൽ ട്രേ ഇടാൻ സാധിക്കും. അതിനുശേഷം ഇത് നമുക്ക് ഊരി വെക്കണമെങ്കിൽ ഊരി വെക്കാനുള്ള പ്രൊവിഷനുണ്ട്, നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ താഴെ നമുക്ക് സ്പെയർ വീൽ കാണാൻ സാധിക്കുന്നുണ്ട്. സബൂഫറും ഇവിടെ തന്നെ കിട്ടുന്നുണ്ട്. ഈ ഒരു വാഹനത്തിൽ ടോട്ടലി 13 സ്പീക്കേഴ്സ് പ്ലസ് സബൂഫറുമാണ് നമുക്ക് ഈ ഒരു മോഡലിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി ഇവിടെ മേളിലും കൂടെ 2 ലൈറ്റ്സ് വരുന്നുണ്ട്. 2 LED ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്, നല്ല കാര്യമാണ്. ഇത് ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത് ഈ ഒരു പോർഷനിലും കൂടെ നമുക്ക് രാത്രി കാണാൻ നല്ല വെട്ടം ഉണ്ടായിരിക്കും. ഇനി നമുക്കിത് ക്ലോസ് ചെയ്യാം, അകത്തോട്ട് കയറാം. ആൻറ്റി പിഞ്ചിങ് ഉള്ളതാണ്. എന്തെങ്കിലും ഒരു ഡിസ്ട്രാക്ഷൻ വന്നാൽ അവിടെ സ്റ്റോപ്പ് ആയിക്കോളും. ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റീ ഓപ്പൺ ആകും. അത് കഴിഞ്ഞാൽ പിന്നെ ക്ലോസ് ചെയ്യാം. നമുക്ക് വാഹനത്തിനകത്തോട്ട് കയറാം. ഇത് ഡോർ ഗാർഡുകളാണ്. അത് ഡ്രൈവർ സൈഡ് മാത്രമല്ല, സൈഡിൽ നിങ്ങൾ കണ്ടുവേണം. യെസ്, കണ്ടോ, ഈ ഒരു ഡോർ ഗാർഡ് വന്ന് നിൽക്കുന്നത് കണ്ടോ. എന്നാൽ ഇത് മുട്ടുമോ ഇല്ലെന്ന് ഒരു രീതിക്കും പേടിക്കേണ്ട, അതിൻ്റെ വർക്കിംഗ് ആണ് നിങ്ങളിത് ഇപ്പോൾ കാണുന്നത്. കണ്ടോ, കൃത്യമായിട്ട് അത് ഉള്ളിലോട്ട് പോകുന്നുണ്ട് അടയുന്ന സമയത്ത്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു മതിലിലേക്ക് അടുത്ത് ചെയ്യുന്നത് ഇങ്ങനെ തുറക്കുകയാണെങ്കിലും ഇവിടെ വന്ന് തട്ടി നിന്നോളൂ. അതുകൊണ്ട് തന്നെ ഈ ഡോറിൻ്റെ ഈ എഡ്ജ് പോർഷൻസിലൊന്നും ഒരു രീതിക്കുള്ള പ്രശ്നവും വരുന്നതായിരിക്കില്ല. ഏതായാലും ഫസ്റ്റ് കയറുന്ന സമയത്ത് സീറ്റ് തൊട്ട് തന്നെ നമുക്ക് തുടങ്ങാം. നമുക്ക് എർഗോ സീറ്റാണ് ഇവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിളും കിട്ടുന്നുണ്ട്, മസാജ് ഫീച്ചർ കിട്ടുന്നുണ്ട്, മെമ്മറി ഫംഗ്ഷനും ഇവിടെ കിട്ടുന്നുണ്ട്. അഡ്ജസ്റ്റബിൾ തൈ സപ്പോർട്ട്, അതായത് എക്സ്റ്റൻഡർ കിട്ടുന്നുണ്ട്. തൈ സപ്പോർട്ട് എക്സ്റ്റൻഡർ കിട്ടുന്നുണ്ട്. നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് ഞാനിപ്പോൾ ഇരിക്കുന്ന എൻ്റെ തൈ സപ്പോർട്ട് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കായിട്ട് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതല്ലാതെ ഇതൊരു മെക്കാനിക്കലായിട്ട് ഇതിൻ്റെ താഴെ ഒന്ന് പൊക്കി എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് ഇരിക്കാൻ സാധിക്കുന്നതാണ്, നല്ലൊരു കാര്യമാണ്. 2 സ്ട്രോക്ക് സ്റ്റിയറിംഗ് വീലാണ് നമുക്ക് ഈ ഒരു മോഡലിന് കിട്ടുന്നത്. ഇതിനിടയ്ക്കുള്ള സ്പോട്ട് ലൈനിലാണെങ്കിൽ 3 സ്പോക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. LNKയുടെ ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റിയറിംഗ് വീലിൽ ഏറ്റവും കൂടുതൽ നമ്മൾ മിസ് ചെയ്തൊരു കാര്യമാണ് ഈ ഒരു ഫംഗ്ഷൻ സ്വിച്ച് ഇല്ല. അതായത് നോ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് കാണിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു സ്വിച്ചിന് ഇപ്പം ഫംഗ്ഷൻ ഉണ്ട്. അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇനി ഡോർ പാഡ് തൊട്ട് തന്നെ നമുക്ക് തുടങ്ങാം. ഈ ഒരു ഭാഗങ്ങളിലൊന്നും ഒരു കാര്യമായിട്ടുള്ള വ്യത്യാസം ഒന്നുമില്ല. ഇത് നമ്മൾ അന്ന് പറഞ്ഞ പോലെ ഒരു ഫ്ലൈറ്റിൻ്റെയൊക്കെ ഒരു രീതി പോലെ തന്നെ നമുക്ക് തോന്നുന്ന രീതിയാണ്. അതുപോലെ തന്നെ ഈ ടെക്സ്റ്റേഴ്സ് എല്ലാം കാണാൻ നല്ല രസമുണ്ട്. ഇവിടെ എല്ലാം വളരെ സോഫ്റ്റ് മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒന്നും ഹാർഡ് മെറ്റീരിയലല്ല വരുന്നത്. ആംബിയൻ ലൈറ്റ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടച്ച് ഡൗണും 1 ടച്ച് അപ്പുമാണ് എല്ലാ ഗ്ലാസ്സുകൾക്കും നമുക്ക് കിട്ടുന്നത്. ബാക്കിലത്തെ ചൈൽഡ് ലോക്ക് നമുക്ക് ഇവിടുന്ന് ലോക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് ഈ സൈഡിലോട്ടൊന്ന് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത്
മിറർ ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ. അതുപോലെ തന്നെ സ്പീക്കേഴ്സൊക്കെ ഈ ഒരു പോർഷനിലാണ് ബ്ലെൻഡ് ചെയ്തിരിക്കുന്നത്. തൊട്ട് താഴെയായിട്ടും സ്പീക്കേഴ്സ് വരുന്നുണ്ട്. പിന്നെ ബൂട്ട് ഓപ്പൺ ചെയ്യണമെന്നെങ്കിൽ നമുക്ക് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അത് ഓപ്പൺ ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് പൊക്കി പിടിച്ചാൽ മതി, അന്നേരം തന്നെ അവിടെ ക്ലോസ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. യെസ്, അപ്പോൾ അത് ക്ലോസ് ആയിട്ടുണ്ട്. AC വെൻറ്റും ഇതിൻ്റെയൊക്കെ ലുക്ക് കാണാനായിട്ടാണെങ്കിൽ എല്ലാം നല്ല അടിപൊളി ഒരു പ്രീമിയം ഫീൽ തന്നെ. ശരിക്കും ഇതൊരു പ്രീമിയം വാഹനമാണ്, അതുകൊണ്ട് തന്നെയാണ് പ്രീമിയം ഫീൽ കിട്ടുന്നത്. ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അൺലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് തിരിച്ചാൽ മതി. പൊസിഷൻ സെറ്റ് ചെയ്യാം. ഇവിടെ തൊട്ട് താഴെ ഒരു ആംബിയൻ ലൈറ്റ് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. താഴെ ഹെഡ് ലൈറ്റിൻ്റെ സ്വിച്ച്, നേരത്തെ നമുക്ക് നോബ് വന്നുകൊണ്ടിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ അത് മാറി ഫുൾ സ്വിച്ച് ആയിട്ടുണ്ട്. ഇപ്പോൾ ഓട്ടോ ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പാർക്ക് മോഡ്, ഒന്നുകൂടെ പ്രസ് ചെയ്ത ഫുൾ ഓഫ്, ഒന്നുകൂടെ പ്രസ് ചെയ്ത ഓട്ടോ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മെട്രിക്സ് ലൈറ്റിൻ്റെ സ്വിച്ച് വരുന്നത്. മഴയൊക്കെയുള്ള സമയത്തൊക്കെ നമുക്ക് ശരിക്കും നല്ല ബെനിഫിറ്റ് വരുന്നൊരു മോഡലാണ്. റിയർ ഡീഫോഗറിൻ്റെ സ്വിച്ചാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇലക്ട്രിക് പാർക്ക് ബ്രേക്കിൻ്റെ സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹുഡ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയുള്ള സ്വിച്ച് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. പെട്രോൾ ലിഡിന് സെപ്പറേറ്റ് വരുന്നില്ല. അൺലോക്ക്ഡ് ആണെന്നുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് കീ സിലിണ്ടറിൻ്റെ അവിടെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയാണ് ഗിയർ സെലക്ടേഴ്സ് കിട്ടുന്നത്. ഇതൊരു ഡ്രൈവ് ബൈ വയർ എന്ന് പറയുന്ന ഒരു ടെക്നോളജിയാണ് ഇവിടെ വരുന്നത്. നമുക്കിത് ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്നും മാറാൻ സാധിക്കും. ഡ്രൈവ്, ന്യൂട്രൽ, റിവേഴ്സ്, സ്പോർട്സ് മോഡും കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലാണ് പാർക്കിൻ്റെ സ്വിച്ച് വരുന്നത്. ബ്രേക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് ചെയ്താൽ മാത്രം മാറ്റം വരത്തുള്ളൂ. നമുക്കിവിടെ പാഡിൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഫംഗ്ഷനിലായിട്ടുള്ള നമ്മുടെ ക്ലസ്റ്റർ മീറ്ററിലെ എല്ലാം സെറ്റിങ്സും നമുക്ക് ഇവിടെയാണ് വരുന്നത്. ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കൺട്രോൾസ് എല്ലാം ഇവിടെ വരുന്നുണ്ട്. വോയിസ് കമാൻഡും നമുക്കിവിടെ കൊടുക്കാൻ സാധിക്കും. 10.23 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ക്ലസ്റ്റർ ഫുൾ നല്ല അടിപൊളി വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്ക് മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കിലോമീറ്റർ ഡ്രൈവ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സ്പീഡ്, മാപ്പ് കാണണമെങ്കിൽ മാപ്പ്, ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇപ്പോൾ പറയുന്ന പോലെ അഡാസിൻ്റെ ഫീച്ചേഴ്സിൻ്റെ ഒരു ഭാഗമാണ് ഈ കാണുന്നത്. നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വളരെ വ്യക്തമായിട്ട് തന്നെ ഇവിടെ ഓരോ കാര്യങ്ങൾ കൃത്യമായിട്ട് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമുക്കിതിൽ എടുത്തു പറയാനുള്ളത്. പിന്നെ ഈ സൈഡിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പാഡിൽ ഷിഫ്റ്റേഴ്സിൻ്റെ നെഗറ്റീവ് മൈനസും കൊടുത്തിട്ടുണ്ട്, ഇവിടെ അപ്പും ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ഒരു സൈഡിലോട്ട് വന്നാൽ നമ്മുടെ വൈപ്പേഴ്സിൻ്റെ ഫുൾ കൺട്രോൾസ് ആണ് ഇവിടെ വരുന്നത്. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഇൻ്റർമിറ്റൻ്റ് പോലെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമുക്കിത് കൊടുത്തിരിക്കുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യാൻ പോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു തവണ ഒന്ന് വർക്ക് ചെയ്യും. റിയർ വൈപ്പറിൻ്റെ സ്വിച്ചാണ് ഈ വരുന്നത്. നമുക്ക് റിയർ വൈപ്പർ വർക്ക് ചെയ്യുന്നത് ഇപ്പം എന്തേ കാണാൻ സാധിക്കും. അവിടെ വാഷർ ഫ്ലൂയിഡ് ഒഴിച്ച് ക്ലീൻ ചെയ്യുന്ന കാണാം. അത് കഴിഞ്ഞാൽ ഫ്രണ്ടിലത്തെ വൈപ്പറിൻ്റെ സ്വിച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. റൈറ്റ് ഇൻഡിക്കേറ്റർ, ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ, അതുപോലെ തന്നെ പാസ് ബൈയും ഇവിടെ തന്നെയാണ് എല്ലാം വരുന്നത്. തൊട്ട് താഴെയായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്ന ക്രൂയിസ് കൺട്രോളിൻ്റെ സ്വിച്ചും അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോളിൻ്റെ സ്പീഡ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്യാം. എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റുന്ന നോബാണ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ ഈ ടെക്സ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ഇതുപോലെ തന്നെ ഈ ഒരു ആംബിയൻ ലൈറ്റ് ഇതിലേ പോകുന്നത് കാണാൻ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. ഞാൻ ഡോറൊന്നുകൂടെ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുക ലൈറ്റ് എല്ലാം ഓണായി നിൽക്കുന്നത്. ഞാൻ ഒന്നുകൂടെ നടക്കുക. ഈ ലൈറ്റിൻ്റെ കളേഴ്സ് എല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യാനും സാധിക്കുന്നതാണ്. ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ്സ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ടിലും ഈ മേളിലും താഴെയും രണ്ട് ലൈറ്റിൻ്റെ ആയിട്ടാണ് വരുന്നത്. നമുക്കിപ്പോൾ മേളത്തെ പോർഷനിൽ എനിക്ക് ഏകദേശം ഒരു റെഡ് കളർ, ഇപ്പോൾ ഇത് റെഡ് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും റെഡ്. താഴെ ഒരു ബ്ലൂയിഷ് കളറാണ് വേണ്ടതെങ്കിൽ താഴെ ബ്ലൂ കളറാണ് നമുക്കിപ്പോൾ കിട്ടുന്നത്. ഇവിടെ ഒരു പോർഷനിൽ നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ഈ ഒരു പോർഷനിൽ നമുക്കൊരു ലൈറ്റ് വരുന്നുണ്ട്. രാത്രിയൊക്കെ ഇവിടെ നല്ല രസമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഒരു 12.9 ഇഞ്ചിൻ്റെ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് നമുക്കിവിടെ കിട്ടുന്നത്. ജസ്റ്റ് ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം മാത്രമല്ല, ഒരുപാട് ഫീച്ചേഴ്സാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. പറഞ്ഞാലും തീരാത്ത അത്രയും ഫീച്ചേഴ്സാണ് ഈ ഒരു മോഡലിൽ വരുന്നത്. വെഹിക്കിൾ സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് തന്നെ ഒരുപാട് സെറ്റിങ്സ്, ഇപ്പം നമുക്ക് സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണം. വൈപ്പറിൻ്റെ പൊസിഷൻ അത് നമുക്ക് ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വൈപ്പർ നമുക്ക് അഴിക്കാൻ വേണ്ടിയിട്ട്, അതായത് വൈപ്പർ മാറാൻ വേണ്ടിയിട്ട് മേളിൽ വന്ന് നിന്നോളം നമുക്ക് വൈപ്പർ മാറ്റാം. ഓയിൽ ചേഞ്ച് നമുക്ക് ചെയ്യേണ്ടത് 13,900 കിലോമീറ്റർ അല്ലെങ്കിൽ 328 ദിവസത്തിനുള്ളിൽ ചെയ്യണം. ഇനി ടയേഴ്സിൻ്റെ കാര്യം, ഓയിൽ ലെവൽ അറിയാൻ സാധിക്കും. ഓയിൽ ലെവൽ മാക്സിമം ആണോ മിനിമം ആണോ എല്ലാം ഈ വാഹനത്തിനകത്ത് ഇരുന്നുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡാറ്റാസും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ സാധിക്കും. ഇതിൻ്റെ സ്റ്റാറ്റസ് എടുക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഏകദേശം സ്പീഡ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിരുന്നത് ഒരു 19 കിലോമീറ്റർ സ്പീഡാണ്. 37 കിലോമീറ്റർ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. 140 കിലോമീറ്റർ ഇനി ഓടാനുള്ളതുകൊണ്ട്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് തന്നെ നമുക്കിവിടെ അറിയാൻ സാധിക്കുന്നതാണ്. ഇനി ഒന്നുകൂടെ എടുത്തു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ അഡാസിൻ്റെ സെറ്റിങ്സ് എല്ലാം വരുന്നത്. ഇതിനകത്ത് ലെയിൻ അസിസ്റ്റ്, ലെയിൻ കീപ്പ് സെറ്റിങ്സ് വരുന്നുണ്ട്. അറ്റൻഷൻ മോണിറ്റർ വരുന്നുണ്ട്. ഡ്രൗസിനെസ് മോണിറ്റർ വരുന്നുണ്ട്.
ഇനി ഫ്രണ്ട് അസിസ്റ്റൻറ്റ്, എമർജൻസി ബ്രേക്കിംഗ്, ഇത് 2-3 തവണ എമർജൻസി ബ്രേക്കിംഗ് ആയിട്ട് കിട്ടിയില്ല, പക്ഷേ വാർണിംഗ് എനിക്ക് കിട്ടിയായിരുന്നു. സൈഡ് അസിസ്റ്റ്, ഇത് നല്ലൊരു ഫീച്ചറാണ് കേട്ടോ. നമ്മുടെ സൈഡിൽ നിന്നൊക്കെ വാഹനം വരുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും, അത് ഇൻഡിക്കേഷൻസ് വരും. അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്ന ഇവിടെ ഒരു യെല്ലോ ലൈറ്റാണ് നമുക്ക് ബ്ലിങ്ക് ചെയ്യുന്നത്. സാധാരണ നമ്മുടെ ഈ ഗ്ലാസ്സിലായിരുന്നു വന്നുകൊണ്ടിരുന്നത്, ഇപ്പം 2 സൈഡിലും നമുക്ക് വ്യക്തമായിട്ട് തന്നെ ആ യെല്ലോ ലൈറ്റ് കാണുമ്പം കൃത്യമായിട്ട് മനസ്സിലാവുന്നതായിരിക്കും. അത് കഴിഞ്ഞാൽ നമുക്ക് പാർക്കിങ്ങിൻ്റെ ഇത് നമുക്ക് ഓട്ടോ പാർക്കിംഗ് ഫീച്ചർ ഇതിനകത്ത് വരുന്നുണ്ട്. ക്യാമറാസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒരു ഓക്കെ ക്യാമറ എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഭയങ്കര ഒരു ഗുമ്പൻ ഞാൻ പറയുന്നില്ല, ക്ലീൻ ചെയ്താൽ കുറച്ചുകൂടെ ഒന്ന് ക്ലാരിറ്റി കിട്ടുന്നതാണ്. ഇത് പൊടിയൊക്കെ പിടിച്ചിരിക്കുന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ പാർക്കിങ്ങിൽ ഓട്ടോ പാർക്കിംഗ് മോഡും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഓട്ടോ പാർക്കിംഗ് കൂടെ നമുക്ക് എടുക്കാം. ഏതെങ്കിലും ക്യാമറാസ് ഞാൻ ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം. റൈറ്റ്, ബാക്ക്, ലെഫ്റ്റ്, ഫ്രണ്ട്, ഇത്തരം ക്യാമറാസ് നമുക്ക് കാണാം. അത് കഴിഞ്ഞാൽ സ്മാർട്ട് ഡയൽസ് ഒരു കിടു ഫീച്ചർ തന്നെയാണ് കേട്ടോ. ഇത് കണ്ടു കഴിഞ്ഞാൽ 3 ഡയൽ മാത്രമേ ഇവിടെ വരുന്നുള്ളൂ എന്ന് നമുക്ക് തോന്നുന്നു. ഒരു ജസ്റ്റ് നോബാണെന്നുള്ളത് നമുക്ക് ഇവിടെ മാറ്റുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. പക്ഷേ ഇത് ജസ്റ്റ് ഒരു ടെമ്പറേച്ചർ നോബ് മാത്രമല്ല. ഒന്നുകൂടെയും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സീറ്റ് ഹീറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ സീറ്റ് ഹീറ്റ് ആക്കാം. ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സീറ്റ് വെന്റിലേറ്റഡ് സീറ്റ്സിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് വരുന്നത്. 3 സോൺ AC വരുന്ന മോഡലാണ്. നമുക്ക് ഡ്രൈവർ സൈഡ്, കോ ഡ്രൈവർ സൈഡ്, ബാക്കിൽ അഡീഷണൽ വേറെ വരുന്നുണ്ട്. ഞാൻ ബാക്കിലോട്ട് കയറുമ്പോൾ കാണിച്ചു തരാം. ഏതായാലും ഇതിലിപ്പോൾ നമുക്ക് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും ഒരുപോലെ തന്നെ വരും. ഇനി അത് വേണ്ടെങ്കിൽ ഒന്നുകൂടെ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറി ലെഫ്റ്റ് സൈഡിൽ എനിക്ക് ടെമ്പറേച്ചർ വേറെ ഇടാൻ സാധിക്കും, റൈറ്റ് സൈഡിൽ വേറെ ഇടാൻ സാധിക്കും. സെൻട്രൽ നോബാണ് അടുത്ത മെയിൻ താരം എന്ന് പറയുന്നത്. നമുക്കിതിപ്പോൾ ഫാനിൻ്റെ സ്പീഡ് സെറ്റ് ചെയ്യാൻ ഇനി ഒന്നുകൂടെ ഞാൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പം നമ്മുടെ ഏത് കണ്ടീഷൻ എന്നുള്ളത് ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വോളിയം കൂട്ടാം. സൗണ്ട് ഒരു രക്ഷയില്ല കേട്ടോ, അന്യായം. ഓക്കെ, ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഏത് മോഡാണ് വേണ്ടത്, ഓഫ് റോഡ് മോഡ് വേണോ, നോർമൽ മോഡ് വേണോ, ഈക്കോ മോഡ് വേണോ, മോഡ് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ ഒരു നോബിൽ തന്നെ, അതായത് ഒന്നിൽ ഇത് രണ്ടിലും ഇതിലും എനിക്ക് അതുപോലെ തന്നെ സീറ്റിൻ്റെ ഹീറ്റ് ചെയ്യാനുള്ള ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സീറ്റ് വെന്റിലേഷൻ, അതായത് കോ ഡ്രൈവർ സൈഡിൻ്റെ സീറ്റ് വെന്റിലേഷൻ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ മാക്സ് കൂളിൻ്റെ ഫീച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. റിയർ ഡീഫോഗർ കൊടുത്തിട്ടുണ്ട്. ഓട്ടോ മോഡ് ആക്കണമെങ്കിൽ ഓട്ടോ ആക്കാം. ഇൻസൈഡ് സർക്കുലേഷൻ. തൊട്ട് താഴോട്ട് ഈ ഒരു ഭാഗം കൂടെ പറയാൻ പറ്റുമോ, നമുക്ക് 2 AC വെൻ്റ് വരുന്നുണ്ട്. കാണാൻ നല്ല രസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടാൻ കളേഴ്സ്, ഇത് ഫുൾ ടാൻ കളേഴ്സാണ് വരുന്നത്. നല്ല രസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ലോക്ക് സ്വിച്ച് കാണാം, അത് വേണമെങ്കിൽ അൺലോക്ക് ചെയ്യാം. ഹസാർഡ് സ്വിച്ച് കാണാൻ സാധിക്കുന്നുണ്ട്. ഹസാർഡ് സ്വിച്ച് വർക്കിംഗ് ആണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അവിടെയും ലൈറ്റിൻ്റെ ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴോട്ട് വരുന്ന സമയത്ത് 2 C ടൈപ്പ് പോർട്ടുകൾ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും 45 വാട്ട്സ് വെച്ചാണ് വരുന്നത്. ഇവിടെ ഇങ്ങനെ ഇത്രയും ഭാഗത്തൊരു സ്റ്റോറേജ് സ്പേസ് പോലെ കാണാൻ സാധിക്കും. പക്ഷേ ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടി വെക്കാൻ സാധിക്കും. അത് 2 ഫോണുകളാണ് അറ്റ് എ ടൈം നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കുന്നത്. 2 വയർലെസ് ചാർജേഴ്സ് കാണാൻ സാധിക്കും. ഇവിടെ എന്തെങ്കിലുമൊക്കെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി ഒരു ചെറിയൊരു പോക്കറ്റ് ഏരിയയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഫോൺ ഇങ്ങോട്ട് വെച്ച് ഇതൊന്ന് ക്ലോസ് ചെയ്തു. അടുത്തതാണ് നമ്മുടെ സംഗതി. ഇതേ കണ്ടോണം. ഇതെനിക്ക് ഫുൾ ഇവിടം വരെ ഓപ്പൺ ചെയ്യാം. ഇവിടെ ഒരു കപ്പ് ഹോൾഡർ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊരു സിംഗിൾ കപ്പ്, 2 കപ്പ് വയ്ക്കാൻ പറ്റുന്ന രീതി മാത്രമല്ല, ഇങ്ങോട്ടാക്കി കഴിഞ്ഞാൽ 4 കപ്പുകൾ വയ്ക്കാം. ഇവിടെ സിംപ്ലി ക്ലെവറിൻ്റെ ഒരു റബ്ബർ ബുഷും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബോട്ടിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കും. ഒരു ഡസ്റ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതായത് നമുക്ക് സ്ക്രീൻ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയുള്ള ഡസ്റ്റർ യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കോയിൻസും കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു ആംറസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് ഇതിനകത്ത്. നമുക്കിത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആംറസ്റ്റ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. അതും നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സൺവൈസർ നോക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ലൈറ്റും കിട്ടുന്നുണ്ട്. അതെല്ലാം LED ആണ് വരുന്നത്. ഏതായാലും കൊടുക്കുന്ന പൈസയ്ക്ക് മുതലാണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഇതെല്ലാം ടച്ച് സെൻസിറ്റിവിറ്റി ലൈറ്റാണ് വരുന്നത്. നമുക്കത് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്താൽ ഓഫ് ആകുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ പനോരമിക് സൺറൂഫ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ഞാൻ ഓപ്പൺ ചെയ്യാണ്, അതും ടച്ചാണ് വരുന്നത്. യെസ്, ഇതാണ് മാക്സിമം. അത്ര വരെ നമുക്ക് മാക്സിമം ഓപ്പൺ ആകുന്നതായിരിക്കും. ഇനി ഞാനൊന്ന് ക്ലോസ് ചെയ്യാണ്. കർട്ടൻ സെപ്പറേറ്റ് ആണ്, രണ്ടിനും 2 ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഗ്ലാസ് ആണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ കർട്ടനും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ഓപ്പൺ ആകുന്നതായിരിക്കും. അതുപോലെ തന്നെ ഓട്ടോ ഡിമ്മിങ് ഫീച്ചർ വരുന്ന IRVM കിട്ടുന്നുണ്ട്. ഒരു C ടൈപ്പ് പോർട്ടും കൂടെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഈ കൊടുത്തിരിക്കുന്ന ശരിക്കും നമുക്ക് ഡാഷ് ക്യാംസോ കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി കൊടുക്കാനാണ് ഇവിടെ ഇങ്ങനെ ഒരു C ടൈപ്പ് പോർട്ട് കൊടുത്തിരിക്കുന്നത്.
ഓക്കെ, ഇനി കോ ഡ്രൈവറുടെ സീറ്റിലോട്ട് ഇരിക്കുമ്പോഴേ സീറ്റ് ഉടനെ പുറകോട്ട് മാറി തരിക. നേരത്തെ സെറ്റ് ചെയ്തിരുന്ന പൊസിഷനിലോട്ട് അതാക്കുകയാണ്. ഇവിടെ നമുക്ക് ഇലക്ട്രിക് ആയിട്ട് തന്നെയാണ് അഡ്ജസ്റ്റ് ആവുന്നത്. ഞാനിപ്പോൾ സെറ്റ് ചെയ്തു. ഇവിടെയും അണ്ടർ തൈ സപ്പോർട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. 2 ഗ്ലോ ബോക്സുകൾ വരുന്നുണ്ട്. ഒന്ന് ഒരു അപ്പർ ഗ്ലോ ബോക്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്, താഴെ ഒരു നോർമൽ ഗ്ലോ ബോക്സും വരുന്നുണ്ട്. ഏതായാലും എൻ്റെ കാല് മുട്ടുന്നില്ല. ഇവിടെ ഒരു ലൈറ്റ് നമുക്ക് കൊടുത്തിട്ടുണ്ട്, അതെല്ലാം നല്ലൊരു കാര്യമാണ്. കാരണം രാത്രിയൊക്കെ എന്തെങ്കിലും എടുക്കേണ്ടി വരുന്ന സമയത്ത് നമുക്കൊരു ബെനിഫിറ്റാണ്. ഈ ഒരു പോർഷനിൽ ഒരു ചെറിയ ലൈറ്റ് കാണാൻ സാധിക്കും. സ്കോഡ എന്നുള്ളൊരു ബാഡ്ജിങ് പോലെ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതും കിടുവൊരു ഫീച്ചറാണ്, ക്ലോസ് ചെയ്ത് വയ്ക്കാൻ സാധിക്കും. ഏതായാലും ഓവറോൾ സംഗതി നല്ല അടിപൊളിയാണ്. ഈ അപ്പർ ഗ്ലോ ബോക്സിൽ അധികം സ്ഥലം ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, എന്നാൽ ഒരു ആവറേജ് സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ സൺവൈസർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഓപ്പൺ ചെയ്താൽ നമുക്കിതിനകത്ത് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. മേളിൽ ലൈറ്റ് ഉണ്ട്. ഈ ഒരു ഭാഗത്ത് നമുക്ക് മുഖമൊക്കെ കണ്ട അടിപൊളി. കഴിയുമ്പോൾ ക്ലോസ് ചെയ്താൽ ലൈറ്റ് ഓഫാണ്, നമുക്കത് ക്ലോസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ബാക്കിലത്തെ സീറ്റ് നോക്കാം. ഈ ഒരു സീറ്റ് എൻ്റെ കംഫോർട്ടിലാണ് ഞാൻ ഇട്ടിരുന്നത്, നിങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ കണ്ടായിരുന്നു. ഏതായാലും ഈ ബാക്കിലോട്ട് ഇരിക്കുമ്പോൾ ഒരു രീതിക്കുള്ള ബുദ്ധിമുട്ടും ഫീൽ ചെയ്യുന്നില്ല. ഞാൻ ഡോറൊന്ന് ക്ലോസ് ചെയ്യാണ്. ഇവിടുത്തെ ആംബിയൻ ലൈറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നല്ല കിടുവാണ്. പക്ഷേ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രീമിയം ഫീച്ചേഴ്സുകളിൽ ഒന്നാണ്. അതുപോലെ തന്നെ സൺബ്ലൈൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നല്ലൊരു കാര്യമാണ് കേട്ടോ. കാരണം ഈ പ്രൈവസി നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ കിട്ടും. ഈ ഒരു സൺബ്ലൈൻസ് ഉണ്ടെങ്കിൽ ഒരുപാട് വെയിലും അടിക്കത്തില്ല, പ്രൈവസിയും കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ 2 ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇതും ടച്ച് ലൈറ്റ്സ് ആണ് കിട്ടുന്നത്. ഹെഡ് റെസ്റ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കോ ഡ്രൈവർ സൈഡും അഡ്ജസ്റ്റബിൾ ടൈപ്പാണ് വരുന്നത്. ഇവിടെ മൊബൈൽ ഫോൺ ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും മാഗസീനായിട്ട് വല്ല ഹോൾഡ് ചെയ്യണമെങ്കിൽ അവിടെ ഹോൾഡ് ചെയ്യാം. ഈ സോൺ AC ആണെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു. ഫ്രണ്ടിൽ നമുക്ക് റൈറ്റും ലെഫ്റ്റും, പിന്നെ ഇവിടെ ബാക്കിൽ വരുന്ന ഈ ഒരു ഭാഗമാണ് 3rd സോൺ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ടെമ്പറേച്ചർ കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൂട്ടാൻ, ടച്ചാണ് വരുന്നത്. ഇവിടെ കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാനും സാധിക്കും. അതുപോലെ തന്നെ AC ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിത് തിരിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടും ഓഫായിരിക്കും. തൊട്ട് താഴെ ഒരു 12 വോൾട്ടിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കാണാൻ സാധിക്കും. 2 USB-C ടൈപ്പും കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം 45 വാട്ട്സ് വെച്ചാണ് നമുക്ക് ഈച്ച് കിട്ടുന്നത്. അതുപോലെ തന്നെ സീറ്റ് നമുക്ക് ഫ്രണ്ടിലോട്ട് ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാൻ സാധിക്കും. ഇനി മാക്സിമം ഇത് ബാക്കിലോട്ട് ആക്കണമെങ്കിൽ ബാക്കിലോട്ട് ആക്കാം. റിക്ലൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഇത് ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, അങ്ങനെ 2 സ്റ്റേജ് റിക്ലൈനിങ് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് നല്ല സുഖമായിട്ട് തന്നെ കിടന്ന് ഇങ്ങനെ യാത്ര ചെയ്യാം. പക്ഷേ നേരത്തെ ഒരു വിങ് ടൈപ്പ് ഉണ്ടായിരുന്നു പഴയ ടൈപ്പിന്, പക്ഷേ ഇതിന് നമുക്ക് വിങ് ടൈപ്പ് ഒന്നും അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാം. സെൻറ്റർ ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. 3 കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. അതിനകത്ത് ചെറിയ എന്തെങ്കിലും കപ്പ് ഉണ്ടെങ്കിൽ ഈ സൈഡിൽ വയ്ക്കാം, അല്ലെങ്കിൽ 2 കപ്പ് ഹോൾഡേഴ്സാണ് നോർമലി കിട്ടുന്നത്. സെൻറ്ററിലോട്ട് നമുക്ക് കയറി ഇരിക്കാം. ഇവിടെ സെൻറ്റർ ടണൽ കുറച്ച് വലുതാണ്. സെൻറ്റർ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ആംറസ്റ്റ് വരുന്നുള്ളതുകൊണ്ട് കുറച്ചൊരു ഹാർഡ്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ കുറച്ച് ബാക്കിലോട്ടാക്കി. ഇവിടെ സെൻറ്ററിൽ ഇത്രയും വലിയൊരു ടണലാണ് വരുന്നത്, വേറൊന്നും കൊണ്ടല്ല. ഇത് 4x4 ആണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഡ്രൈവ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷാഫ്റ്റ് പോകുന്നുള്ളതുകൊണ്ടൊക്കെ കൂടെ തന്നെയാണ് ഈ ഒരു ടണൽ നമുക്ക് കുറച്ചുകൂടെ വലുതായിരിക്കുന്നത്. അപ്പോൾ സെൻറ്ററിൽ ഇരിക്കുന്ന ഒരാൾക്ക് ഈ ഒരു രീതിക്ക് ഇരിക്കേണ്ടി വരും. ബാക്കിലോട്ടുള്ള എയർ ഫ്ലോയും കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. ഈ സൈഡിലോട്ട് ഇരിക്കുകയാണെങ്കിലും ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് ചാര് റിക്ലൈൻ ചെയ്ത് ഈ ഒരു പൊസിഷൻ വരെ ഇരിക്കാൻ സാധിക്കും. ഇനി ബാക്കിലോട്ട് കയറുക എന്ന് പറയുമ്പോൾ ഇതിൽ അത്രയും കംഫർട്ടബിളായിട്ട് കയറാൻ സാധിക്കത്തില്ല. എന്നാലും ഞാനിപ്പോൾ ഒന്ന് കയറി കാണിച്ചു തരാം. കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ ബാക്കിൽ കയറി കഴിഞ്ഞാൽ. ബാക്കിൽ കയറാനാണെങ്കിൽ തന്നെ പിള്ളേർക്കായിരിക്കും സുഖമായിട്ട് ഇരിക്കാൻ സാധിക്കുന്നത്. ഏതായാലും കയറാം. അതുപോലെ തന്നെ ഈ വാഹനത്തിന് ക്യാമറ വാഷർ വരുന്നുണ്ട്. നമുക്കിവിടെ ഒരു ക്യാമറ യൂണിറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഈ ക്യാമറയുടെ വാഷർ നമുക്ക് റിയർ വാഷർ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ വർക്ക് ചെയ്യുന്നതായിരിക്കും. ഞാൻ ഏതായാലും ഇവിടെ നിന്ന് ഇപ്പോൾ ഒന്ന് കാണിച്ചു തരാം. എൻ്റെ ഈ ഒരു സീറ്റ് മാത്രം കുറച്ച് ഫ്രണ്ടിലോട്ടാക്കി, ഈ സീറ്റ് ഏറ്റവും ബാക്കിലോട്ടാണ് ആക്കിയിരിക്കുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, ബാക്കിൽ ഇരിക്കുമ്പോഴത്തേക്കുള്ള കംഫോർട്ട് അറിയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഈ ഒരു സീറ്റിൽ എനിക്ക് ഓക്കെ എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്, കംഫർട്ടബിൾ ആയിട്ടല്ല ഇരിക്കുന്നത്. ഒരു ഓക്കെ രീതിക്കാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഇനി ബാക്കിലോട്ടൊന്ന് പോയി നോക്കാം. ബാക്കിലോട്ട് കയറാൻ വേണ്ടി ഈ സീറ്റ് ഞാൻ ഫ്രണ്ടിലോട്ടാക്കി ഇങ്ങനെ വലിക്കുകയാണ്. അപ്പോൾ ഇത് ഇവിടം വരെ പോയി കഴിയുമ്പോൾ ഈ കിട്ടുന്ന സ്ഥലത്ത് എനിക്ക് കയറാം. അയ്യോ, കുറച്ചല്ല, നല്ല രീതിക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ബാക്കിൽ ഞാൻ ഇരിക്കുമ്പോൾ ഉള്ളൊരു കംഫോർട്ട്, അതായത് ഈ ഒരു സീറ്റ് ഞാൻ കാണിച്ചു തന്നായിരുന്നു. ഈ ഒരു സീറ്റ് നമുക്ക് റിക്ലൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഇത് മാക്സിമം ആണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഹെഡ് റെസ്റ്റ് ഞാൻ കുറച്ചുകൂടെ ഒന്ന് മേലോട്ട് കയറ്റി വയ്ക്കും. ഓക്കെ, ഹെഡ് റെസ്റ്റ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പൊസിഷനിൽ നമുക്ക് ഇരിക്കാം. ഈ സീറ്റ് ഇങ്ങനെ ഇട്ടു, ഞാൻ ഇതും കൂടെ ഒന്ന് ബാക്കിലോട്ട് ആക്കാം. ഓക്കെ, ഇങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്, രക്ഷയില്ല. കാരണം കഷ്ടപ്പെട്ട് വേണമെങ്കിൽ ഇതിൻ്റെ പുറകെ ഇരിക്കാം, എന്നല്ലാതെ കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ സാധിക്കില്ല. ഇതിൽ ഇറങ്ങി പോകാൻ ഇട വളരെ കുറവാണ്. അതുകൊണ്ട് ഇത് തന്നെയാണ് കംഫർട്ടബിളായിട്ട് ഇറങ്ങാനുള്ള വഴി. രണ്ടും കണക്കാണ്. ഇതിലെ വന്ന് ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഇറങ്ങാനുള്ള ഓപ്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. 40-40-20 സീറ്റാണ് കിട്ടുന്നത്. അതായത് ഈ സെൻറ്റർ സീറ്റ് മാത്രമായിട്ട് നമുക്ക് ഫോൾഡ് ചെയ്ത്
ഇങ്ങനെ ഇടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇടാനൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പം വേണമെങ്കിൽ നടുക്കുന്ന ഒരാൾക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് കാലൊക്കെ വെച്ചിരിക്കാം. പക്ഷേ ഇവിടെ വേറൊരു അഡ്വാൻറ്റേജും കൂടി ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ്, ശരിയാണോ തെറ്റാണോ എന്ന് അറിയില്ല. നിങ്ങൾ ജസ്റ്റ് കണ്ടു നോക്കുക. ഇപ്പം ഈ ഒരു സീറ്റ് ഞാൻ മാക്സിമം ഫോൾഡ് ചെയ്യുകയാണ്. അതായത് ഈ ഒരു ലിവർ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഫുള്ള് ലോവറാക്കി ഫ്രണ്ടിലോട്ട് കയറ്റി ഞാൻ ബാക്കിലോട്ട് കയറുകയാണ്. ഓക്കെ, ഇനി കയറിയിട്ട് കാലൊക്കെ നീട്ടി വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇരിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഇതിനാണോ കമ്പനി ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഒരു ഐഡിയയിൽ തോന്നിയൊരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ, പിന്നെ അങ്ങനെ ഇരിക്കുന്നതൊക്കെ കൊള്ളാം. സീറ്റ് ബെൽറ്റ് ഇട്ടില്ലേ ബ്രേക്ക് ഔട്ടുമ്പോൾ ഫ്രണ്ട് ഇരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിലൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ ആയിട്ട് വരികയാണ്. നിങ്ങൾക്ക് ഈ ബൂട്ട് ഓപ്പൺ ചെയ്യണം, കൈ ഫ്രീ അല്ലെന്നുണ്ടെങ്കിൽ ഇത് കാലിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഗെസ്റ്റർ കൺട്രോളും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇതുപോലെ ഓപ്പൺ ചെയ്യാം. സാധനങ്ങളൊക്കെ ഇതിനകത്തോട്ട് വെച്ച് ലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും തിരിച്ച് ക്ലോസ് ചെയ്യാനും കയ്യിൽ റിമോട്ടോ കാര്യങ്ങളൊന്നും എടുക്കേണ്ട. ഈ ബട്ടൺ പ്രസ് ചെയ്യാൻ മടിയാണെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ രണ്ട് ബീപ്പ് കഴിയുമ്പോൾ തന്നെ ക്ലോസ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ പരിപാടി ഇത് എത്ര കറക്റ്റ് നമ്മൾ നിൽക്കുന്ന രീതി അല്ലെങ്കിൽ ഗസ്റ്ററൊക്കെ കറക്റ്റ് ആയിരിക്കണം, എന്നാൽ മാത്രമേ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. ഇനി അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കീ ഫോബിൻ്റെ കാര്യം കൂടെ ഒന്ന് നോക്കാം. ഇതിൽ ലോക്ക് ഓപ്പണ് അൺലോക്ക് ബട്ടൺ വരുന്നുണ്ട്, വേറെ ഒന്നും വരുന്നില്ല. നല്ല സ്കോഡ ലോഗോ കാണാൻ സാധിക്കും. നല്ല പ്രീമിയം ഫിനിഷ് ആയിട്ടുള്ള കീ തന്നെയാണ് കിട്ടുന്നത്. ഞാൻ ലോക്ക് ചെയ്തു. അപ്പോൾ ഈ വാഹനം ലോക്കാണ്. ലോക്ക് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചാൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചുമ്മാ നോക്കാം. ഒരു കാര്യമില്ല. അൺലോക്ക് ബട്ടൺ ഞാനൊന്ന് പ്രസ് ചെയ്ത് പിടിക്കുകയാണ്. ഗ്ലാസ്സുകളെല്ലാം ഓപ്പൺ ആയിട്ടുണ്ട്. സൺറൂഫും എത്ര ഓപ്പൺ ആയെന്ന് ചോദിച്ചാൽ കുറച്ച് ചെറിയൊരു പോർഷൻ മാത്രം ഇവിടെ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളൂ. ബാക്കി എല്ലാ ഗ്ലാസ്സുകളും റോൾ ഡൗൺ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒന്നുകൂടെ ലോക്ക് ചെയ്യുകയാണ്. ലോക്ക് ചെയ്ത് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. സൺറൂഫും ക്ലോസ് ആയിട്ടുണ്ട്, എല്ലാ വിൻഡോസും ക്ലോസ് ആയിരിക്കുകയാണ്. അപ്പം ഞാൻ ഇനി കൈ ഒന്ന് ചുമ്മാ ഇതിനകത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ അൺലോക്കാണ്, സിമ്പിൾ. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ റൂം ഒന്ന് കണ്ടാലോ. യെസ്, ഗ്യാസ് സ്ട്രട്സ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്പൺ ആകുന്നത് വളരെ സിമ്പിളായിട്ട് തന്നെയാണ്. നമുക്ക് എഫേർട്ട്ലെസ് ആയിട്ട് തന്നെ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അണ്ടർ ഹുഡ് നമുക്ക് വരുന്ന ഒരു 2 ലിറ്റർ ടർബോ ചാർജ്ഡ് പെട്രോൾ എഞ്ചിനാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഏതായാലും വർക്ക് ചെയ്യാനുള്ള സ്പേസ് വളരെ കുറവാണ്. കാരണം എല്ലാം തിക്ലി പാക്ഡ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. വാഷ് ചെയ്ത സമയത്ത് അത് ഇതൊക്കെ ആയിട്ട് പോളിഷും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. ഏതായാലും ഓവറോൾ അടിപൊളിയാണ്. നല്ല ഹീറ്റുണ്ട്. കാരണം ഇപ്പോൾ ഓടിപ്പടിച്ച് വന്നതിൻ്റെ ചൂട് നന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു പോർഷൻസൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതെല്ലാം ഹീറ്റ് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫയർ വാൾസിലെല്ലാം ആ ഒരു പോർഷൻസ് കൊടുത്തിരിക്കുന്നത്. സംഗതി ഓവറോൾ നല്ല കംഫർട്ടബിളാണ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി. എനിക്ക് ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ, ഉള്ളത് പറയാമല്ലോ. ഇത് വാട്ടർ സ്പ്രേയിൽ വരുന്ന വാട്ടർ ഫില്ല് ചെയ്യാനുള്ള ഈ ഒരു ക്യാപ്പ് രീതിയും കൊള്ളാം. ഇപ്പം നമുക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ പുറത്തോട്ട് പോകുന്നൊന്നും പേടിക്കേണ്ട, എല്ലാം കൃത്യമായിട്ട് പൊക്കോളും. അതിനുശേഷം ക്ലോസ് ചെയ്യാനും സാധിക്കും. ഈ വാഹനത്തിൻ്റെ എൻജിൻ പവർ വരുന്ന 204 PS പവറും 320 Nm ടോർക്കുമാണ് ഈ ഒരു എൻജിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു എൻജിൻ തന്നെയാണ്. അതുപോലെ തന്നെ ഒരു 7 സ്പീഡ് DSG ഗിയർ ബോക്സ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, ഏതായാലും സ്കോഡ കോഡിയാക്കിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം കാണിക്കാൻ പറ്റാത്ത ഈ ഒരു ഫീച്ചർ ഞാൻ ഈ പ്രാവശ്യം കാണിച്ചു തരാം. ഇത് ഈ കാണുന്ന കൊട. സത്യം പറഞ്ഞാൽ എനിക്കിതൊന്ന് തുറന്ന് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഉള്ളത് പറയാമല്ലോ, തുറന്ന് കണ്ടിട്ടില്ല. ഏതായാലും വല്ല പ്രത്യേകതകൾ ഉണ്ടോ എന്നുള്ളത് നമുക്കിപ്പോൾ അറിയാം. ഹായ്, സ്കോഡ ലോഗോ കാണുമല്ലോ. യെസ്, നമുക്കിവിടെ കാണാൻ സാധിക്കും. സ്കോഡ ലോഗോ അല്ല, തെറ്റിപ്പോയി. വെറുതെ സ്കോഡയെ നമ്മൾ സംശയിച്ചു. അപ്പോൾ സ്കോഡ ലോഗോ ഇവിടെ കാണാം. ഓക്കെ, ഇവിടെ കാണാൻ സാധിക്കും. ശരി, അപ്പോൾ ഇനി 1 ടച്ച് അപ്പ് 1 ടച്ച് ഡൗൺ ആണ്. അത് ഈ സ്വിച്ചിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതാണ്. അപ്പോൾ ഏതായാലും ഇതുപോലെ തിരിച്ച് നമുക്ക് മടക്കി നല്ല വൃത്തിയായിട്ട് വെക്കാം. എന്നിട്ട് സ്കോഡയുടെ ലോഗോ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലോഗോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വർഷം 6-ാം മാസം 2025. കൊള്ളാം. ഏതായാലും സംഗതി അടിപൊളിയാണ്. ഏതായാലും ഇവനെ ക്ലോസ് ചെയ്യാം. ഈ ബാഗിലും സ്കോഡയും കൊടുത്തിട്ടുണ്ട്, ഡോപ്ലർ അതും കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു ആ ഒരു ബ്രാൻഡ് ആയിരിക്കും ഈ കൊട നിർമ്മിക്കുന്നതെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം എങ്ങനെയുണ്ട്? നിങ്ങളിത് കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവർക്കും അത് ഷെയർ ചെയ്ത് കൂടെ കൊടുത്തേക്കുക. അപ്പം നമുക്ക് ഏതായാലും ഒരു ടെസ്റ്റ് ഡ്രൈവും കൂടെ എടുക്കാം. ഞാൻ കുറേ കിലോമീറ്റർ ഏതായാലും ഇന്നൊന്ന് ഓടിച്ച് ഏകദേശം ഒരു 35-40 കിലോമീറ്ററോളം ഡ്രൈവ് ചെയ്തു. ഒരു രക്ഷയില്ല കേട്ടോ, മാരക വാഹനമാണ്. ഇപ്പം ഞാൻ ഓവറായിട്ട് കുറച്ച് കൂടുതൽ ആക്സലറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ സീറ്റ് ബെൽറ്റ് എന്നെ പിടിച്ച് വലിക്കുന്ന എനിക്ക് ശരിക്കും ഫീൽ ചെയ്യും കേട്ടോ. നമ്മുടെ പിടിച്ചങ്ങ് വലിച്ചാണ് വയ്ക്കുന്നത്. അതായത് നമുക്കൊരു സ്റ്റെബിലിറ്റി, വാഹനം മാത്രമല്ല സ്റ്റെബിലിറ്റി, നമുക്ക് ഇരിക്കുന്ന ആളെ കൂടെ ഒന്ന് പിടിച്ചൊന്ന് സ്റ്റേബിളാക്കി ഇരിക്കുന്ന ഒരു ഫീലാണ് എനിക്കിവിടെ കിട്ടുന്നത്. ഓവറോൾ അടിപൊളിയാണ് കേട്ടോ. വാഹനത്തിനെ കുറിച്ച് ഒന്നും പറയാനില്ല. കൊടുക്കുന്ന പൈസയ്ക്ക് മുതലാന്ന് തന്നെ നമുക്ക് എടുത്ത് പറയാൻ സാധിക്കുന്ന ഒരു വാഹനമാണ്.
4x4 ഒക്കെയാണ്. ജസ്റ്റ് ഒന്ന് കാല് തൊട്ടാൽ 50-60 ആ സ്പീഡിലാണ് പോകുന്നത്. നമ്മൾ അറിയത്തില്ല കേട്ടോ സ്പീഡ് എടുക്കുന്നത് പോലും. കോർണറിങ് ഒക്കെ നല്ല അടിപൊളിയാണ്. 70 ചുമ്മാ തൊട്ടേ ഉള്ളൂ, 70 രക്ഷയില്ല കേട്ടോ. സസ്പെൻഷൻ ഒത്തിരി സോഫ്റ്റ് അല്ല, എന്നാൽ ഒത്തിരി ഹാർഡും അല്ല, ഒരു മോഡറേറ്റ് തന്നെ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. കിടുവാണ്. പിന്നെ പനോരമിക് സൺറൂഫ് മാരകം. പക്ഷേ വാഹനത്തിനകത്ത് ഈ പനോരമിക് സൺറൂഫ് ഉച്ച സമയമൊക്കെ നമ്മളിത് ഓപ്പൺ ആക്കിയിട്ട് കഴിഞ്ഞാലും ഇതിൻ്റെ ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ ചെറിയ രീതിക്ക് ഹീറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അകത്ത്. അതും പറയാതിരിക്കാൻ പറ്റത്തില്ല. ഓ 60 അടിച്ച്, ഒരു രക്ഷയില്ല, ഭയങ്കര പവറാണ്. പിന്നെ മൈലേജ് ഏകദേശം കമ്പനി ഫ്യൂൽ എഫിഷ്യൻസി പറയുന്ന 14.9 സംതിങ് പറയുന്നുണ്ട്. നിലവിലൊരു 6-7 ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഈ ഓടിയിലൊക്കെയാണ് ഓടിക്കുന്നതെങ്കിൽ 5 അതിൽ താഴോട്ട് പോയാലേ ഉള്ളൂ. 2 ലിറ്റർ എഞ്ചിനല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം എനിക്കിപ്പം 5.3 km/L ആണ് കാണിക്കുന്നത്. അത്രയൊക്കെ കിട്ടത്തുള്ളൂ. അത്ര തന്നെ കിട്ടുന്ന വലിയ ഭാഗ്യമാണെന്ന് പറയത്തുള്ളൂ. കാരണം ഒന്ന് ജസ്റ്റ് പ്രത്യേകിച്ച് ഈ വാഹനത്തിന് നല്ല വെയിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ 9 എയർ ബാഗുകളാണ് ഇതിൽ വരുന്നത്. അതായത് സേഫ്റ്റി സൈഡ് ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്. 9 എയർ ബാഗുകൾ വരുന്നുണ്ട്. ടോട്ടൽ 9 എയർ ബാഗാണ് വരുന്നത്. അതായത് 4 സീറ്റിലും കൂടെ 4 എണ്ണം, കർട്ടൻ 2 കൂടെ 5, 6, 7, 8, താഴെ 1, 9 എണ്ണം നമുക്ക് മൊത്തം വരുന്നുണ്ട്. ഭയങ്കര ഒരു കംഫോർട്ട് സൈഡ് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കും കേട്ടോ. ഇടും ഒരു രക്ഷയില്ല. നോർമൽ മോഡിലാണ് ഈ വലിച്ചുകൊണ്ട് പോകുന്നതെന്ന് കൂടെ ഓർത്തോണം. വാവ്. മാനുവലി ഗിയേഴ്സ് ചേഞ്ച് ചെയ്ത് നമുക്ക് പോകാൻ സാധിക്കും. 7 സ്പീഡ് DSG ഗിയർ ബോക്സ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഓട്ടോ ഹോൾഡ് അസിസ്റ്റ് ഞാനിപ്പോൾ ഓൺ ആക്കി ഇട്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്ത് കഴിഞ്ഞാൽ വാഹനം മുമ്പോട്ട് പോകില്ല. എന്നാൽ അതേ സ്ഥാനത്ത് ഈ ഒരു ഫീച്ചർ ഓഫ് ആക്കി ഇട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്രൈവ് മോഡിൽ ബ്രേക്കിൽ നിന്നും കാലെടുത്ത വാഹനം പിന്നെ ഫ്രണ്ടിലോട്ട് പോകാനുള്ള ടെൻഡൻസി വരും. അപ്പോൾ ഏറ്റവും നല്ലത് നമുക്ക് സിറ്റി ഡ്രൈവ്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ട്രാഫിക്കിലൊക്കെ നിർത്തിയിടുന്ന സമയത്ത് ഈ ഓട്ടോ ഹോൾഡ് ഓൺ ആണെന്നുണ്ടെങ്കിൽ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഇതുപോലെ നിർത്തിയിടാൻ സാധിക്കും. എന്നാൽ അതേ സ്ഥാനത്ത് ഞാൻ ഈ ഓട്ടോ ഹോൾഡ് മാറ്റി കഴിഞ്ഞാൽ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത വാഹനം അദ്ദേഹം മുമ്പോട്ട് പോവുകയാണ്. ഈ സമയത്ത് മുമ്പോട്ട് പോകാൻ പാടില്ല. ഞാൻ ഒന്നുകൂടെ ഓട്ടോ ഹോൾഡ് ഓൺ ആക്കി കാഷ്വലായിട്ട് ഫ്രീ ആയിട്ടിരിക്കുകയാണ്. സിഗ്നൽ നോക്കിയിരിക്കുക കേട്ടോ. റെഡാണ്, ഇനി അത് ഗ്രീൻ ആയി. യെസ്, അപ്പോൾ നമുക്ക് പോവാം. ഇനി ആക്സിലറേറ്റ് ചെയ്താൽ മതി ആ ഒരു സംഗതി. ഓക്കേ, ഈ വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് ഏകദേശം ഒരു 55 സംതിങ് എങ്ങാണ്ട് വരുന്നുണ്ട് ഓൺ റോഡ് പ്രൈസ്. കറക്റ്റ് എനിക്ക് അറിയില്ല. കൃത്യമായിട്ട് അറിയാൻ വേണ്ടി ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇവരുടെ കോൺടാക്ട് നമ്പർ കൊടുത്തേക്കാം. ജസ്റ്റ് നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരുന്നതാണ്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് നമുക്ക് ടിൽറ്റും കിട്ടുന്നുണ്ട്, ടെലിസ്കോപ്പിക്കും കിട്ടുന്നുണ്ട്. അത് കിട്ടിയായിരുന്നല്ലോ. ഓക്കെ, നല്ല കാര്യം. നമ്മുടെ സ്ഥിരം റോഡാണ്. അതുപോലെ തന്നെ നമുക്കിപ്പം നമ്മുടെ ലെയിൻ അസിസ്റ്റ് കിട്ടുന്നുണ്ട്. വാഹനം ഓട്ടോമാറ്റിക്കായിട്ടാണ് സ്റ്റിയർ ചെയ്യുന്നത്. പക്ഷേ അത്യാവശ്യം ഒരു സ്പീഡ് ഉണ്ടെങ്കിൽ മാത്രം ഈ പറഞ്ഞൊരു ഫംഗ്ഷൻ വർക്ക് ആകുന്നുള്ളൂ. യെസ്, പ്ലീസ് ട്രൈ. അപ്പം ലൈന് കറക്റ്റായിട്ട് കിട്ടിപ്പോവുകയാണെങ്കിൽ ഇവൻ ഓടിച്ചു പൊക്കോളും. പക്ഷേ ലൈൻ ഇല്ലെന്നുണ്ടെങ്കിൽ അവനും കൺഫ്യൂസ്ഡ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ക്രൂയിസ് കൺട്രോൾ, അതായത് അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ 43 കിലോമീറ്റർ സ്പീഡിലാണ് വെച്ചിരിക്കുന്നത്. എൻ്റെ ഫ്രണ്ടിലത്തെ വാഹനത്തിനെ സെൻസ് ചെയ്ത് ഇപ്പോൾ ഇത് 38 കിലോമീറ്റർ സ്പീഡിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ആക്സിലറേറ്റോ ഒന്നും ചെയ്യുന്നില്ല, ഫ്രീ ആയിട്ട് ഇവിടെ ഇരിക്കുകയാണ്. എന്നാൽ സ്പീഡ് എനിക്ക് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ മേളിൽ ഡിസ്റ്റൻസ് എത്ര വേണമെന്നുള്ളത്, ഞാനിപ്പോൾ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് ചെല്ലണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുപ്പിച്ചുള്ള ഡിസ്റ്റൻസ് എനിക്കിവിടെ കീപ്പ് ചെയ്യാൻ സാധിക്കും. ഇനി കുറച്ച് ബാക്കിലോട്ട് നിന്നാൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ എനിക്കിവിടെ സെറ്റ് ചെയ്യാം. സ്പീഡ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പം കൂട്ടുകയാണ്.
40 ക്യാൻസൽ. പേ അറ്റൻഷൻ ഓൺ ദ റോഡ്, അതായത് ഇത് ഈ കളിക്കല് പേ അറ്റൻഷൻ ഓൺ ദ റോഡ് എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നു. അതായത് ഞാനിവിടെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഏതായാലും ക്യാൻസൽ ചെയ്യാം. നമുക്ക് നോർമൽ ഡ്രൈവ്. വാവ്, ഒരു രക്ഷയില്ല കേട്ടോ. ഓവറോൾ സംഗതി അടിപൊളിയാണ്. ഏതായാലും ഈ പറഞ്ഞ അഡാസ് ഫീച്ചർ വന്നതിന് ശേഷം വലിയൊരു മാറ്റം ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ നല്ല പക്കായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതേ വാഹനം തന്നെയാണ് ഇത് ഫുള്ള് ചെയ്യുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കുന്നുണ്ട്, പുറമേ നിന്നൊരു ഓട്ടോ വരുന്നുണ്ട്. വണ്ടി കണ്ടോ എന്തോ? ആ കണ്ട്. ഓ വേണ്ട, നട റോഡിൽ വന്ന് പാർക്ക് ചെയ്യുന്നവരെ ഞാൻ ക്യാൻസൽ ചെയ്യണം. ഓക്കെ, ഞാനത് ക്യാൻസൽ ചെയ്തു. ഇനി ഞാൻ ഡ്രൈവ് മോഡിലോട്ട് ഇട്ട് നേരെ പാർക്കിലോട്ട് അന്നേരം തന്നെ വന്നായിരുന്നു. നമുക്ക് അല്ലെങ്കിൽ ഒരു ഫ്രീ ആയിട്ടുള്ള കുറച്ച് സ്പേസ് കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ പാർക്ക് ചെയ്യാൻ കുഴപ്പമില്ല. പക്ഷേ ഇതുപോലത്തെ റോഡിൻ്റെ അവിടെ കൊണ്ടുവച്ച് നമ്മൾ എടുക്കുന്ന റിസ്ക് ആയിരിക്കും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത് കൃത്യമായിട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. അന്നേരം ഞാൻ അതൊരു മാളിൻ്റെ പാർക്കിങ്ങിൽ കൊണ്ടുപോയിട്ടാണ് ഇതുപോലെ പാർക്ക് ചെയ്യാൻ വേണ്ടി കൊടുത്തിരുന്നത്. ഏതായാലും പക്കയായിട്ട് തന്നെ പാർക്ക് ചെയ്തു. പക്ഷേ എന്നാലും അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ എനിക്ക് എടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നല്ല രീതിക്കുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഇത് കൃത്യമായിട്ട് പാർക്ക് ചെയ്യത്തുള്ളൂ എന്ന് എടുത്ത് ഞാൻ പറയുകയാണ് കേട്ടോ. പക്ഷേ ഒരു നല്ല ഫീച്ചർ തന്നെയാണ്, പ്രത്യേകിച്ച് നല്ല കറക്റ്റ് പാർക്കിംഗ് ആണ്. ഞാൻ ആ വീഡിയോ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ അത് ഈ ഡിസ്ക്രിപ്ഷനിലോട്ട് ഞാൻ എൻ്റെ ലിങ്ക് കൂടെ കൊടുത്തേക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്കത് മനസ്സിലാവുന്നതാണ്.